ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത ധീരൻ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയി. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് രസിച്ചിരുന്ന് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് തമാശകളൊക്കെയുള്ള ഒരു സിനിമയാണ്. ഒരു കഥയുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിൽ നായകനായിട്ട് കാണുന്നത് രാജേഷ് മാധവാണ്. രാജേഷ് മാധവ് നാട്ടിലെ ഒരു ധീരനാണ്. ആ ധീരൻ എങ്ങനെയായിരുന്നുള്ളതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യവും അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് സിനിമയുടെ ഒരു ഇത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ജഗദീഷ്, മനോജ് കെ ജയൻ, അശോകൻ, സുധീഷ്, ശബരീഷ് വർമ്മ തുടങ്ങിയവരെല്ലാം കൂടെ വീണ്ടും ഒരാവശ്യത്തിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഇതിൽ വിനീത് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു അതായത് ഈ ജഗദീഷ് ആ ഒരു ടീം ഒരു യാത്ര ചെയ്യുന്നതും അവർക്ക് യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ യാത്രയുടെ ലക്ഷ്യവും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളും ചില ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. വളരെ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ ഉള്ളതാണ് ഈ ചിത്രത്തിൽ. നമുക്ക് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഒരു ചിരിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇട്ട് നശിപ്പിക്കുന്ന ഒരു പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പക്ക സിറ്റുവേഷൻ അനുസരിച്ച് വരുന്ന ചില തമാശകളൊക്കെയുണ്ട് നമുക്ക് ഓർത്തിരുന്ന് ചിരിക്കാൻ പറ്റുന്ന. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചിരിക്കുന്നത് അശോകനാണ്. അശോകനും സുധീഷിൻ്റെ ക്യാരക്ടറുണ്ട്. സുധീഷിൻ്റെ ക്യാരക്ടർ ഒരു സമയത്ത് പഴയ ഒരു പടത്തിൽ നമ്മുടെ മാമുക്കയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തമാശ അതുപോലെ തന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അശോകൻ്റെ ക്യാരക്ടറിൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില മാനറിസംസും ഡയലോഗ്സും എല്ലാം കൂടെ പക്കയാണ്. നമുക്ക് ചിരിക്കാൻ പറ്റും, ഒരു രസമുണ്ട്. പിന്നെ ജഗദീഷ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ആരും കല്ലുകടിയായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് എല്ലാം പക്കയാണ്. എല്ലാവരും എന്താ പറയുക, ആരും മോശമായിട്ട് നമുക്ക് തോന്നത്തില്ലാത്ത രീതിയിലാണ്. എല്ലാവർക്കും അവരവർക്ക് വേണ്ട രീതിയിൽ പക്ക, നമുക്ക് പറയത്തില്ലേ അളവിനനുസരിച്ച് വിളമ്പി കൊടുക്കുക എന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെ ഓവറാക്കാതെ ആർക്കും ഓവറാക്കാനും ഉള്ള കൊടുത്തിട്ടില്ല. പക്കയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല രസമായിരുന്നു സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്ത് വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ 10 പേരേ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററിൽ. 10 പേരുണ്ടെങ്കിലേ സിനിമ ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യം 10 പേര് വന്നു, സിനിമ കണ്ടു. സിനിമ കണ്ടിറങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നല്ലൊരു പടം കണ്ട ഒരു അനുഭൂതിയായിരുന്നു. എന്തായാലും ഈ പറയത്തില്ലേ നമ്മുടെ സീനിയേഴ്സ് അഴിഞ്ഞാടുക എന്ന് പറയത്തില്ലേ, ഇതിനകത്ത് മനോജ് കെ ജയൻ്റെ കാര്യം, മനോജ് കെ ജയനും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം ഒരു സീനിയേഴ്സിൻ്റെ ഒരു ലെവലിൽ പക്കയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേറെ നമുക്കറിയാമല്ലോ പയറ്റി തെളിഞ്ഞ് വന്നിരിക്കുന്ന ആൾക്കാരാണ്. സീനിയേഴ്സും കുറച്ച് ജൂനിയേഴ്സും കൂടിയുള്ള ഒരു സംഭവമാണ്. എന്തായാലും വളരെ രസകരമായ രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. അവരുടെ യാത്രയുടെ ലക്ഷ്യവും അതിനുശേഷമുള്ള തിരിച്ചുവരവും കാര്യങ്ങളും. എന്തായാലും സിനിമ വളരെ എല്ലാവരെയും ആകർഷിക്കുന്ന വളരെ രസകരമായ രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒത്തിരി നർമ്മ മുഹൂർത്തങ്ങളുള്ള ഒരു പടമാണ്. മിസ് ചെയ്യരുത് ആരും. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക.